കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ? വാ. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കരിമീൻ വരിഞ്ഞെടുത്ത് അതിലേക്ക് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കരിമീനിൽ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഞാൻ മറിച്ചിട്ട് കൊടുത്തു. കരിമീൻ റെഡി ആയി കഴിഞ്ഞു. ഇനി അതിലേക്കുള്ള മസാല, കരിമീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ സവോള ഇട്ട് കൊടുത്തു. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒരു പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി, കറിവേപ്പില, അതുപോലെ നേരത്തെ മസാല കൂട്ടി വെച്ച ആ മസാല, ഗരം മസാല, പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഇതൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ടേ. നമ്മുടെ ഇല വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാല വാഴയിലയിൽ ഇട്ട് കൊടുത്ത് നമുക്കിത് ഇങ്ങനെ ചെയ്തു ഡെക്കറേഷന് ചെറിയൊരു 2 തക്കാളി ഇങ്ങനെ വെച്ച് പച്ചമുളകും വെച്ച് നമുക്കിത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തു. ഇനി അത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. കരിമീൻ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടു. 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.